Hello friends, welcome to Chully videos. Karkkidaka മാസം വരെയാണ് ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന മാസം. അപ്പോൾ എല്ലാവരും ആരോഗ്യകാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ കൊടുക്കുകയും ആയുർവേദ ചികിത്സകളൊക്കെ എടുക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫ്രൈഡേ ഹെൽത്ത് ടിപ്പിൽ നമ്മൾ ഒരു മരുന്നുണ്ടയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഉലുവ ഉണ്ട. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് കുത്തരി, അര കപ്പ് ഉലുവ, അര കപ്പ് ഞവരരി, 1/4 കപ്പ് ആശാളി, 1/4 കപ്പ് ചെറിയ ജീരകം, 1/4 കപ്പ് അയമോദകം, 1/4 കപ്പ് ചതകുപ്പ, 1/4 കപ്പ് എള്ള്, കുറച്ച് ചുക്ക്, ഒരു തേങ്ങ ചിരകിയത്, 400 ഗ്രാം കരിപ്പെട്ടി ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ ശർക്കര എടുത്താലും മതി. ശർക്കര ഞാനിവിടെ ഒരു അര കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി പാനിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് അരിയും ബാക്കി എല്ലാ മരുന്നുകൂട്ടുകളൊന്ന് വറുത്തെടുക്കണം. ഡ്രൈ ഫ്രൈ ആണ് വേണ്ടത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുത്തരി വറുത്തെടുക്കാം. എല്ലാ അരിയും പൊട്ടുന്നത് വരെ നമുക്ക് ഇത് വറുത്തെടുക്കണം. അരി വറുക്കാൻ മാത്രമാണ് കുറച്ച് സമയം കൂടുതലെടുക്കുന്നത്. ബാക്കി എല്ലാ ചേരുവകളും നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് മാറ്റാം. അപ്പോൾ അരി നമുക്ക് നല്ലോണം എല്ലാ അരികളും നമുക്ക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇനി ഉരുളിയിലേക്ക് നമുക്ക് ഞവരരി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് എല്ലാ അരികളും പൊട്ടി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി. അത്രയും തന്നെ നമുക്ക് നന്നായിട്ട് വറുന്ന് കിട്ടും. ഇതും കൂടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉലുവ ചേർത്ത് വറുത്തെടുക്കാം. ഉലുവ 2 മിനിറ്റിനുള്ളിൽ തന്നെ പൊട്ടിയതിൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ആശാളി വറുത്തെടുക്കാം. പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. എള്ള് വറുത്തെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ എള്ള് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ജീരകം ഇടാം. ജീരകം ഒന്ന് കരിഞ്ഞു പോകാതെ വേഗം തന്നെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ചതകുപ്പ ഇടാം. ഇതൊന്ന് വറുത്ത് മാറ്റിയിട്ട് അയമോദകം ഇട്ട് വറുത്തെടുക്കാം. ഇത് മാറ്റി ചുക്ക് ചേർക്കാം. ചുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിടുമ്പോൾ തന്നെ ഉരുളിയിലേക്ക് ഇട്ടിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഈ ചൂട് മതി ഇത് റെഡിയാവാനായിട്ട്. അപ്പോൾ നമ്മുടെ അരിയും എല്ലാ ചേരുവകളും തന്നെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുത്തരിയും ഞവരരി ഉലുവ ഇത് 3ഉം കൂടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞ് ഇങ്ങനെ ഫൈൻ പൗഡറായിട്ട് കിട്ടണ്ട. അല്പം തരി തരിയായിട്ട് ഇരുന്നാൽ മതി. ഇത് നമുക്ക് ശർക്കരയിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ മരുന്നുകൂട്ടും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഈ ശർക്കര പാനിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഉരുളിയിലേക്കൊന്ന് മാറ്റിയിടുന്നുണ്ട്. ഇനി നന്നായിട്ട് തിരുമ്മി നമുക്ക് കുഴച്ചെടുക്കാം. ഇത് എളുപ്പത്തിൽ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഈ കൂട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം.
ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതിയാവും. ഇത്രയും അളവിൽ നമുക്കൊരു 35 ഉലുവ ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. ഒരു കർക്കിടക മാസം മുഴുവനും കഴിക്കാനുണ്ടത്. അപ്പോൾ നമ്മുടെ ഉലുവ ഉണ്ട അതായത് മരുന്നുണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. കർക്കിടക മാസം നമ്മൾ ഈ മരുന്നുണ്ട കഴിക്കുന്നത് നടുവേദന അകറ്റാനും നീർക്കെട്ട് മാറാനും വായുകോപം മാറ്റാനും വളരെ ഉത്തമമാണ്. തണുപ്പിനെ പ്രതിരോധിക്കാനും ശരീരബലത്തിനും വളരെ നല്ലതാണ്. ദിവസവും നമുക്കിത് ഓരോന്ന് വീതം കഴിക്കാം. ഒന്നില്ലെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ മരുന്നുണ്ട കഴിക്കുന്ന സമയത്ത് നമ്മൾ എരിവും പുളിയൊക്കെ ഉള്ള ആഹാരങ്ങൾ കുറച്ച് കഴിക്കണം. അതുപോലെ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മരുന്നുകൊണ്ട് കഴിക്കുന്നതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനും പറ്റും. എല്ലാ കർക്കിടകത്തിലും നമുക്കിത് കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി ആൻഡ് ബി സേഫ്. താങ്ക് യു.